ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പ്രീമിയർ എനർജി ലിമിറ്റഡ്. പ്രീമിയർ എനർജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.7% വർദ്ധിച്ച് 1309 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1388, 52 വീക്കിലോ 802. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ 55% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് പ്രീമിയർ എനർജി ലിമിറ്റഡ്. പ്രീമിയർ എനർജി സോളാർ സെൽസും സോളാർ പാനൽസും മാനുഫാക്ചർ ചെയ്യുന്ന EPC, അതായത് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിലെ കമ്പനിയാണ്. ROE 43%, ROCE 25.2%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മികച്ചതായിരുന്നു. 694 കോടിയിൽ നിന്നും സെയിൽസ് 1527 കോടിയിലേക്കും 53 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 206 കോടിയിലേക്കും കമ്പനി മെച്ചപ്പെടുത്തി. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 65%, പ്രോഫിറ്റ് ഗ്രോത്ത് 119%, ROE 16%. കൂടാതെ സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ്. കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ബ്രേക്കൗട്ട് പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. ബ്രേക്കൗട്ട് റേഞ്ചിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയും ചെയ്തു. ഇവിടെ നിന്നും അടുത്ത ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. 1350 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 1350 മുകളിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 1500 വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡ്. ഗ്രേവ്സ് കോട്ടൺ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 20% വർദ്ധിച്ച് 282 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88, 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. കൂടാതെ റീസെൻ്റ്ലി പ്രമുഖ AS ഇൻവെസ്റ്ററായ വിജയ് കേഡിയ കമ്പനിയുടെ 0.5%-ഓളം ഷെയറുകൾ 208 രൂപയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഗ്രേവ്സ് കോട്ടൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ അത്ര മികച്ചതല്ല. കമ്പനി ഇപ്പോഴും ലോസിലാണ് തുടരുന്നത്. ഗ്രേവ്സ് കോട്ടനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്, ഗ്രേവ്സ് കോട്ടൻ്റെ സബ്സിഡറി കമ്പനിയായ ഗ്രേവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി 1000 കോടി രൂപയുടെ IPO കൊണ്ടുവരികയാണ്. ഗ്രേവ്സ് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി ആംബിയർ, ഇലക്ട്ര, എലി പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഈ ഗ്രേവ്സ് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ IPOയിൽ ഗ്രേവ്സ് കോട്ടനും അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ ഇൻവെസ്റ്റി കമ്പനിയായ അബ്ദുൾ ലത്തീഫ് ജമീൽ ഗ്രീൻ മൊബിലിറ്റി സൊല്യൂഷൻസ് ലിമിറ്റഡും ഏകദേശം 18 കോടി ഷെയറുകൾ ഓഫർ ഫോർ സെയിൽ വഴി സെൽ ചെയ്യും. ഇവിടെ അബ്ദുൾ ലത്തീഫ് ജമീൽ ഗ്രീൻ മൊബിലിറ്റി സൊല്യൂഷൻസ് 13% ഷെയറുകളും ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡ് 5 കോടി രൂപയുടെ ഷെയറുകളുമായിരിക്കും ഓഫ്ലോഡ് ചെയ്യുക. ഇവിടെ IPO ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രേവ്സ് കോട്ടൺ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 20%-ഓളം ഉയരുകയും ചെയ്തു. ഫണ്ടമെൻ്റൽസ് നോക്കിയാൽ അത്ര മികച്ചതല്ല. ROE 1.62%, ROCE 3.72%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് 727 കോടിയിൽ നിന്നും 705 കോടിയിലേക്ക് ഇടിയുകയും 375 കോടി രൂപയുടെ ലോസിൽ നിന്നും 14 കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 21%, ROCE 2%-അടുത്തുമാണ്. പ്രൊമോട്ടേഴ്സിന് 55% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.04%, DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.8%, പബ്ലിക്കിന് 39%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 1312 കോടി രൂപയുടെ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഗ്രേവ്സ് കോട്ടൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ 250 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. 250 എന്ന റേഞ്ചിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 250 എന്ന ലെവൽ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ 281-അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ 250 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 300-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 325, 340 വരെയുള്ള റേഞ്ചിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. കൂടാതെ IPO പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്